ഞാൻ കണ്ട് ഞെട്ടിവിറച്ച ഒരു ദുസ്വപ്നം. ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ വളരെ വ്യക്തിപരമായൊരു വെളിപ്പെടുത്തലാണ് ലാക്കാക്കിയിരിക്കുന്നത്. ഇങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങൾ പൊതുവായി അവതരിപ്പിക്കുന്നത് യുക്തിയാണോ സഭ്യമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ നിങ്ങളെ അന്യരായി കാണാത്തത് കൊണ്ട് എൻ്റെ ജീവിതത്തിലെ വ്യക്തിപരമായ അനുഭവങ്ങളിലെ പല ഏടുകളും നിങ്ങളുമായി പങ്കിടുന്നതിൽ എനിക്ക് സങ്കോചമില്ല. അപ്പോൾ ഞാൻ കണ്ട ഈ ദുസ്വപ്നം എന്താണ്, നൈറ്റ് മെയർ എന്താണ്? അത് ഞാൻ കണ്ടത്, ആ സ്വപ്നത്തിൽ ഞാൻ 8 വയസ്സുള്ള ഒരു ബാലനായിരുന്നു. എനിക്കിപ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രായമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ 8 വയസ്സുള്ള ബാലൻ എന്നെ എൻ്റെ മാതാപിതാക്കന്മാരും എൻ്റെ സഭയിലെ കൈക്കാരനും കൂടെ ഒരു ചെരുപ്പ് വിൽക്കുന്ന കടയിൽ കൊണ്ടുപോയി. നല്ല ഉദ്ദേശത്തോടുകൂടെയാണ് കൊണ്ടുപോയത്. അപ്പോൾ കൈക്കാരൻ്റെ പേര് പൗലു സാർ എന്നാണ്. അപ്പോൾ പൗലു സാറും എൻ്റെ ചാർച്ചക്കാരും കൂടെ എന്നെ ചെരുപ്പ് വിൽക്കുന്ന കടയിൽ കൊണ്ടുപോയി. മറ്റൊന്നിനുമല്ല, എനിക്ക് ചെരുപ്പ് വാങ്ങിച്ചു തരാൻ. 8 വയസ്സുള്ള എനിക്ക് ചെരുപ്പ് വാങ്ങിച്ചു. എനിക്ക് വലിയ സന്തോഷം. ചെരുപ്പ് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ വീട്ടിൽ നിന്ന് ഇറക്കിയപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പോയി. ഞാൻ തുള്ളിച്ചാടി. ഏതായാലും അന്ന് ബസ് ഒന്നും ഇല്ല, നടന്നു പോകണം. അപ്പോൾ അപ്പോൾ എനിക്ക് ചെരുപ്പില്ല, നഗ്നപാതനായി നടക്കുകയാണ്. നടന്ന് അവസാനം ചെരുപ്പിൻ്റെ കടയിൽ ചെന്നെത്തി. ബാറ്റ, അന്നുകൊണ്ട് ബാറ്റ. ഇപ്പോഴുള്ളതുപോലെ അന്നും പാറ്റായും ബാറ്റായും ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചെരുപ്പ് വിൽക്കുന്ന വ്യക്തി വളരെ സന്തോഷത്തോടെ താല്പര്യത്തോടെ എന്നെ സ്വീകരിച്ചു. ഇവനാണ് ചെരുപ്പ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എന്നെ അവിടെ ഇരുത്തിയിട്ട് ഓടിച്ചെന്ന് ഒരു ജോഡി ഷൂസ് എടുത്തുകൊണ്ട് വന്നു. അപ്പം ഞാൻ ഷൂസൊന്നും പ്രതീക്ഷിച്ചല്ല പോയത്. സാധാരണ ഒരു വള്ളിച്ചെരുപ്പ് മതി, നമുക്കന്ന് ഷൂസൊന്നും അറിഞ്ഞേ കൂടാ. പക്ഷേ അദ്ദേഹം അല്ല, ഷൂസ് തന്നെ വേണം, അങ്ങനെ കൊണ്ടുവന്നു. ഷൂസ് കൊണ്ടുവന്നപ്പോൾ വലിയ ആളുകൾക്കിടാനുള്ള സൈസ് നമ്പർ 12 ഷൂസാണ്. എൻ്റെ കുഞ്ഞു കാലാണ്, എൻ്റെ കാലിൻ്റെ സൈസ് 1.5 ആയിരിക്കും, അല്ലെങ്കിൽ 2 ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഷൂസ് ഈ 12 സൈസിൻ്റെ ഷൂസാണ്, വലിയ ഷൂസ്, അധികായന്മാർക്കിടുന്ന ഷൂസ്. അപ്പം ഞാൻ ഈ ഷൂസ് വിൽക്കുന്ന ആളിനോട്, സെയിൽസ്മാനോട് പറഞ്ഞു, എൻ്റെ കാല് ചെറുപ്പമല്ലേ, എൻ്റെ കാലിന് ഫിറ്റ് ചെയ്യുന്ന ഒരു ജോഡി ഷൂസ് തരാമോ? അപ്പോൾ അതില്ല, ഇവിടെ ഒറ്റ സൈസ് ഷൂസേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു നിയമം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ആരെങ്കിലും ഷൂസ് വാങ്ങിക്കാൻ വന്നിട്ട് ഷൂസ് വാങ്ങിക്കാതെ തിരിച്ചു പോയാൽ പോകുന്ന വഴിക്ക് ഇട്ട് തല്ലും. അതിനുള്ള ആളുകളെ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കയറിയവൻ ഷൂസ് വാങ്ങിച്ചുകൊണ്ടേ പോകാനൊക്കത്തുള്ളൂ. മാത്രവുമല്ല, അത് ധരിച്ചുകൊണ്ടേ ഇവിടെ നിന്ന് ഇറങ്ങാനൊക്കത്തുള്ളൂ എന്ന് മാത്രവുമല്ല, പിന്നെ ആജീവനാന്തം ഈ ഷൂസ് മാത്രമേ ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഒന്ന് ഊഹിക്കാം എൻ്റെ അങ്കലാപ്പ് എന്താണെന്ന്. അപ്പോൾ എല്ലാവരും ഇത് ശരി വെച്ചു, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഷൂസ് വാങ്ങിക്കണം, ഈ ഷൂസ് തന്നെ വാങ്ങിക്കണം, ഈ ഷൂസ് ഇട്ടുകൊണ്ട് പോകണം. ഞാൻ എൻ്റെ കാല് ഷൂസിലിട്ട് നോക്കിയിട്ട് എൻ്റെ കാലിനെപ്പോലുള്ള 10 കാലിട്ടാൽ അതിനകത്ത് തികയത്തില്ല. പക്ഷേ അതിട്ടുകൊണ്ട് വേണം ഞാൻ നടക്കാൻ. ഏതായാലും അതിങ്ങനെ വലിച്ചു വാരി കെട്ടി മുറുക്കി എൻ്റെ കാല് വേദനിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നിട്ട് പിന്നെ അടുത്ത് തന്നെ കൊണ്ടുപോകുന്ന തുണിക്കടയിലോട്ട്. അപ്പം പറയുന്നത്, നിനക്കൊരു ഷർട്ട് വാങ്ങിച്ചു തരാം. ഷർട്ടും പിന്നെ നിക്കർ, വള്ളി നിക്കറാണല്ലോ അന്നത്തെ, അപ്പോൾ ഷർട്ടും വള്ളി നിക്കറും വാങ്ങിച്ചു തരാം. അപ്പോൾ അതും എനിക്ക് സന്തോഷം. കാലിൻ്റെ വേദന ഉണ്ടെങ്കിലും ഈ വള്ളി നിക്കറും ഷർട്ടും കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അക്കാലത്തൊക്കെ ഒന്നുമില്ലല്ലോ, എന്തെങ്കിലും കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം. അപ്പോൾ ഇതിൻ്റെ വേദന പറഞ്ഞാൽ നടക്കാൻ തുടങ്ങി. അപ്പോൾ എന്നെ നടന്ന് അവിടെ ഒരു മത്തായി എന്ന് പറഞ്ഞ നടത്തൊരു കടയുണ്ട്, MC മാത്യു മത്തായി. അപ്പോൾ അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം ഞാൻ വിചാരിച്ചു ഈ തുണി വാങ്ങിച്ച് കല്ലുമല്ല ഒരു ബേബി എന്നും പറഞ്ഞൊരു തേക്കാരനുണ്ടായിരുന്നു, അവനെ കൊണ്ട് തയ്പ്പിച്ച് എനിക്ക് തരും. അപ്പോൾ നമ്മുടെ സൈസിനുള്ള ഉടുപ്പ്. അവിടെ ചെന്നപ്പോൾ റെഡിമെയ്ഡ് ഷർട്ടേ ഉള്ളൂ.
അപ്പോൾ വാസ്തവത്തിൽ ആ കാലത്ത് റെഡിമെയ്ഡ് ഷർട്ട് എൻ്റെ ചെറുപ്പകാലത്തില്ലായിരുന്നു. അന്ന് തുണി വാങ്ങിച്ച് തയ്ക്കുകയായിരുന്നു. ഇപ്പോഴാണല്ലോ റെഡിമെയ്ഡ് ഷർട്ട്. ഇപ്പോൾ തയ്യക്കാരെ കിട്ടാൻ പ്രയാസമാണ്. പക്ഷേ എന്തുകൊണ്ടോ ഈ ദുസ്വപ്നത്തിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കലർന്നു. അന്നത്തെ കാര്യം ഇന്നത്തെ കാര്യം ഇങ്ങനെയുള്ള ഒരു കൊളാമറിച്ചിലാണ്. ആകെപ്പാടെ ഒരു അവിയലാണ് ഈ ദുസ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ ഇവനൊരു ഷർട്ട് കൊടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഷർട്ട് എടുത്തുകൊണ്ട് വരികയാണ്. നോക്കിയപ്പോൾ ഒരു 6 അടി 7 അടി പൊക്കമുള്ളൊരു മനുഷ്യന്, ഒരു അതികായനായ മനുഷ്യന് മാത്രം ഫിറ്റ് ചെയ്യുന്ന ഒരു ഷർട്ട്. അത് എൻ്റെ ദേഹത്തിട്ട് പരിശോധിക്കുക. ഞാനതിനകത്ത് ഒരു ചാക്കിനകത്ത് എലി കയറിയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഞാൻ ആ ഷർട്ടിനകത്ത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ സൈസിലുള്ള എന്തെങ്കിലും ഒരു ഷർട്ട് എനിക്ക് തരാം. അപ്പോൾ അതൊക്കെ തരും. ഇവിടുത്തെ നിയമം ഒരേ സൈസിലുള്ള ഷർട്ട് മാത്രമേ ആര് വന്നാലും വിൽക്കാൻ അവകാശമുള്ളൂ, അല്ലെ സർക്കാർ കോപിക്കും. ഞങ്ങൾ 2 സൈസിലുള്ള ഷർട്ട് ഇവിടെ വെച്ചാൽ അത് പോലീസ് വന്ന് റെയ്ഡ് ചെയ്യും, ഞങ്ങൾ വെള്ളത്തിലാകും. ഇവിടെ ഒരു സൈസിലുള്ള ഷർട്ടുകൾ തന്നെയുമല്ല, ഈ കടയിൽ ആരെങ്കിലും ഷർട്ട് വാങ്ങിക്കാൻ കയറിയാൽ വാങ്ങിക്കാതെ പോയാൽ അവനിട്ട് 2 പിഴ പിടയ്ക്കണമെന്ന് നിയമമുണ്ട്. അതുകൊണ്ട് വാങ്ങിച്ചിട്ട് ഇവിടുന്ന് പോകാനൊക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞ് വാങ്ങിക്കണം. അപ്പോൾ എന്നെ ആ ഉടുപ്പ് പിടിച്ചു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഞാൻ ഇട്ടിരിക്കുന്ന ഷൂസ് 12 സൈസാണ്. ഞാനിട്ടിരിക്കുന്ന ഷർട്ട്, ഇപ്പോൾ എന്നെ ധരിപ്പിച്ചിരിക്കുന്ന ഷർട്ട് XXL സൈസാണ്. ഞാനിതിട്ടുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ആ നടപ്പിൽ ഞാൻ അനുഭവിച്ച വിമിഷ്ടം നിങ്ങൾക്കൊന്ന് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നടന്ന് ക്ലേശിച്ച് ഷൂസിൻ്റെ ഭാരമാണെങ്കിൽ എൻ്റെ കാലൊടിക്കുന്നു. അതിനിടയിൽ ഈ വലിയ ഷർട്ട് നിലത്ത് കിടന്ന് വലയുന്നു. അതിടയ്ക്ക് കാലേ കുരുങ്ങി ഞാൻ വീഴാൻ പോകുന്നു. 1-2 മൂക്കുകുത്തി വീഴുന്നു. അപ്പോൾ കാണുമ്പോഴെല്ലാം ആളുകൾ ഹല്ലേലൂയ സ്തോത്രം പറയുന്നു. എല്ലാവർക്കും വലിയ സന്തോഷം. ഞാനങ്ങ് അതിശയിച്ചു പോയടാ, എൻ്റെ ഈ കഷ്ടം കാലം കണ്ട മനുഷ്യരെന്താ എത്ര സന്തോഷിക്കുന്നതെന്ന് ഞാൻ അതിശയിച്ചു. ഏതായാലും അത് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ഞാൻ 8 വയസ്സുള്ള ബാലനല്ല, 74 വയസ്സുള്ള ഒരു കിഴവനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് യാഥാർത്ഥ്യമല്ല, ഇതൊരു ദുസ്വപ്നമാണ്. അപ്പം ഞാൻ ആലോചിച്ചു, എനിക്കെന്താണ് ഈ ദുസ്വപ്നം ഇപ്പോഴിങ്ങനെ വരാൻ കാര്യം. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചെറിയ ചിന്ത വന്നു. ആ ചിന്തയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്, പണ്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് അങ്ങ് ദൂരെ നമുക്ക് വലിയ പരിചയമില്ലാത്തൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് യേശു എന്നായിരുന്നു. ചിലരൊക്കെ അദ്ദേഹത്തെ നസറേയനായ യേശു എന്ന് വിളിക്കും. ചിലർ അദ്ദേഹത്തെ ഗാലലിയൻ എന്ന് വിളിക്കും, ഗലീലക്കാരൻ എന്നൊക്കെ വിളിക്കും. അപ്പോൾ അങ്ങനൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് രോഗം സൗഖ്യമാക്കാനുള്ള പ്രത്യേക കഴിവുണ്ടായിരുന്നു. മെഡിക്കൽ ഡോക്ടറൊന്നുമല്ല, എന്നാലും അദ്ദേഹത്തിനടുത്ത് ചെന്നാൽ വിശ്വാസമുള്ളവർക്ക് ആശ്വാസം ലഭിക്കും എന്ന ഒരു ധാരണ. അപ്പോൾ ആളുകൾ ഇങ്ങനെ പുരുഷാരം അവൻ്റെ അടുത്ത് ചെല്ലാനായിട്ട് തത്രപ്പെടുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ കാലത്ത് ആൾദൈവങ്ങളെടുത്ത് പോകാനായിട്ട് ആളുകൾ തത്രപ്പെടുന്നത് പോലെ, അത്രയില്ല, എന്നാൽ ഏതാണ്ടതുപോലെ. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കി നിൽക്കേ, യേശു 3 അന്ധരായ ആളുകളെ സൗഖ്യമാക്കുന്നത് ഞാൻ കണ്ടു. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഈ 3 പേരെയും യേശു സൗഖ്യമാക്കുന്ന 3 വിധത്തിലാണ്. 3 പേരെയും യേശു സമീപിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ 3 രീതിയിലാണ്. 3 പേർക്കും ഒരേ അസുഖമാണ്, 3 പേർക്കും കണ്ണിന് കാഴ്ചയില്ല. പക്ഷേ ആ 3 പേരുടെയും വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി യേശു അവരെ സമീപിക്കുന്നത്, അവരെ സഹായിക്കുന്നത്, അവർക്ക് സൗഖ്യം നൽകുന്നത് 3 തികച്ചും വ്യത്യസ്തമായ വിധത്തിലാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഓരോ ആളുകൾ വരികയാണ്, ഓരോരോ ആവശ്യത്തിന്, പ്രയാസങ്ങൾക്ക്, രോഗം, മറ്റേ വരികയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ആ അത്ഭുതത്തിൽ നിന്ന് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം വിമുക്തി പ്രാപിക്കുകയില്ല, വിമുക്തി പ്രാപിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം, യേശു ഓരോ വ്യക്തികളെയും സമീപിക്കുന്നത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ സൂക്ഷ്മമായി മനസ്സിലാക്കി അതിനനുസരിച്ചാണ്. ആരെങ്കിലും 2 പേരെ ഒരുപോലെ സമീപിക്കുകയോ ഒരേ വിധത്തിൽ ഒരു ഫോർമുല ഉപയോഗിച്ച്
സൗഖ്യമാക്കുകയോ ചെയ്തത് ഞാൻ കണ്ടേയില്ല. എനിക്കങ്ങനെ അറിഞ്ഞേ കൂടെ. അനേക ആളുകളെ യേശു സഹായിച്ചുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന. പക്ഷേ അതിലേതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയെ പോലെ കാണുകയോ ഒരാളെ സഹായിച്ചതുപോലെ മറ്റാളെങ്കിലും സഹായിച്ചോ നമ്മൾ കാണാറില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി എൻ്റെ ദുസ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി. മനുഷ്യൻ്റെ മതപരമായ കാഴ്ചപ്പാടിൽ എല്ലാവർക്കും ഒരേ സൈസാണ്. ചെരുപ്പ് ഒരേ സൈസ്, ഉടുപ്പ് ഒരേ സൈസ്, അണ്ടർവെയർ ഒരേ സൈസ്, ബനിയൻ ഒരേ സൈസ്, തൊപ്പി ഒരേ സൈസ്, കണ്ണട ഒരേ സൈസ്, കാലറ ഒരേ സൈസ്, സാരി ഒരേ സൈസ്, ബ്ലൗസ് ഒരേ സൈസ്, ഇങ്ങനെ. ഇതാണ് മതം. അപ്പോൾ വ്യക്തികളുടെ ആവശ്യം എന്താണ്, അവരുടെ അവസ്ഥ എന്താണ്, ഇതൊന്നും അറിയാതെ കൂട്ടാക്കാതെ അതിൻ്റെ കാര്യമില്ല. ഒരൊറ്റ മെഷീനിൽ മാസ് മാനുഫാക്ചർ ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുക. ഇതേ ഉള്ളൂ, ഇത് വേണേൽ കൊണ്ടുപോകും. പക്ഷേ ഇത് കൊണ്ടുപോയില്ല നിന്നെ അടിക്കും. കൊണ്ടുപോകണം എന്നുള്ള നിർബന്ധമാണ്. നിൻ്റെ സൈസ് അത് നിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി, അതിങ്ങോട്ട് വരണ്ട. ഞങ്ങളുടെ കയ്യിൽ ഇതേ ഉള്ളൂ, ഇത് വാങ്ങിക്കണം, നിർബന്ധമാണ്. വാങ്ങിച്ചില്ലെങ്കിൽ നല്ല ഒന്നാം തരം മടൽ വെട്ടി നിന്നെ അടിക്കും. അപ്പം മതം അങ്ങനെയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ സമീപനവും മതത്തിൽ, ക്രിസ്തു മതത്തിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയും തമ്മിൽ യാതൊരു പൊരുത്തമില്ലെന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര വേർക്കാൻ തുടങ്ങി. പക്ഷെ ഇതെങ്ങനെയാണ് വന്നു പറ്റിയത്? യേശുവിൻ്റെ മാതൃക അനുസരിച്ചാണ് ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ യേശുവിൻ്റെ സമീപനത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രത്യേകതയുള്ള വശം, അവൻ ഓരോ വ്യക്തിയെയും സമീപിക്കുന്നത്, സഹായിക്കുന്നത്, സൗഖ്യമാക്കുന്നത് അവരുടെ വ്യക്തിപരമായ അവസ്ഥയുടെ സൂക്ഷ്മതയിൽ, അവരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി അവരോട് വ്യക്തിപരമായി ഇടപെട്ട് ബന്ധം സ്ഥാപിച്ചിട്ടാണ് ഈശോയെ സഹായിക്കുന്നത്. ഇപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു സൗഖ്യമാക്കുന്ന പക്ഷപാത രോഗിയുടെ കഥയാണെങ്കിലും, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു സൗഖ്യമാക്കുന്ന രക്തസ്രാവത്താൽ വളരെ കഷ്ടപ്പെട്ട സ്ത്രീയുടെ കാര്യമാണെങ്കിലും, യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശു അന്ധന് കാഴ്ച കൊടുക്കുന്ന സംഭവമാണെങ്കിലും, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കുഷ്ഠരോഗിയെ യേശു സൗഖ്യമാക്കുന്ന വിധമാണെങ്കിലും, അങ്ങനെ മറ്റും നിങ്ങൾ ഏതും പരിശോധിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു സംഭവം മറ്റൊരു സംഭവത്തോട് അത് മറ്റൊരു സംഭവത്തിൻ്റെ ആവർത്തനമാണ് എന്ന് നിങ്ങൾക്ക് വിദൂരമായി പോലും ചിന്തിക്കുവാൻ ഇടമില്ലാത്ത വിധത്തിലാണ് യേശു ആളുകളോട് ഇടപെട്ടത്. എന്നാൽ യേശുവിൻ്റെ പേരിലെന്ന് പറഞ്ഞ് സ്ഥാപിച്ചിരിക്കുന്ന ഈ ക്രിസ്തു മതത്തിൽ എല്ലാവർക്കും ഒരേ സൈസാണ്. കുഞ്ഞിനും യുവാവിനും മധ്യവയസ്കനും കുഴി കാലിട്ടിരിക്കുന്ന വയസ്സിനും എല്ലാം ഒരേ സൈസാണ്. എന്നാൽ പിടിച്ചോ, പക്ഷെ കൊണ്ടുപോകണം, വാങ്ങിച്ചുകൊണ്ട് പോകണം, എല്ലാം അടി കിട്ടും. ഇത് ഒരു വല്ലാത്തൊരു കളി തന്നെ. ഇതാർക്കും ഗുണം വരാനൊന്നും ഉണ്ടാക്കുന്ന കാര്യമല്ല. ചില ആളുകൾ അവരവരുടെ താല്പര്യത്തിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ചില ഹൈപ്പർ മാർക്കറ്റുകളാണ് എന്നാണ് ഈ ദുസ്വപ്നത്തിൽ കൂടെ എനിക്ക് മനസ്സിലായത്. ഏതായാലും ആ ദുസ്വപ്നത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് നിങ്ങളിപ്പോഴെൻ്റെ ശരീരത്തിൽ നോക്കിയാൽ ഇപ്പോഴും ഞാൻ ഇങ്ങനെ വിറയ്ക്കുകയാണ്. കാരണം ആ ഷൂസ് ഇട്ടുകൊണ്ട് നിങ്ങൾ ഒരു സ്റ്റെപ്പ് നടന്നാൽ ഞാൻ നിങ്ങൾക്ക് അമ്പലപ്പുഴ പാൽപ്പായസം വാങ്ങിച്ചു തരാം. അല്ലെങ്കിൽ ഈ ഓക്കെ കൈലി എന്ന് പറഞ്ഞൊരു ഒരു ഓക്കെ കൈലി, ഈ മുണ്ട് പോലത്തെ കളറുള്ള സാധനം, അതാണ് കൈലി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കറിയാമേ കൈലി എന്താണെന്ന്. അവർ വിചാരിക്കും പൈലിയുടെ മോൻ ആ കൈലി എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്ന ഒരു കൈലിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കൈലി വാങ്ങിച്ചു തരാം. യേശു തൻ്റെ ശുശ്രൂഷ എപ്രകാരമാണ് വിഭാവന ചെയ്തത്, നിവർത്തിച്ചത്? അതിന് ഘടകവിരുദ്ധമായിട്ടാണ് അവൻ്റെ പേരിൽ അവനാണ് അടിസ്ഥാനമെന്ന് പറഞ്ഞ് അല്പം പോലും സത്യസന്ധതയില്ലാതെ പടച്ചു വച്ചിരിക്കുന്ന ഈ ഒരു മത സംവിധാനം എന്നത് ഒരു ദുസ്വപ്നത്തിൽ കൂടെ മാത്രമേ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചുള്ളൂ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ രീതിയിൽ അന്വേഷിച്ചറിയുവാനായിട്ട് യാതൊരു സാധ്യതയും നമ്മുടെ മധ്യത്തിലില്ല. അതുകൊണ്ടാണ് സ്വപ്നങ്ങളിൽ കൂടെ സത്യം തിരിച്ചറിയേണ്ട ഒരു ഗതികേട് നമുക്ക് വരുന്നത്.
സത്യം പറയുവാനും സത്യം അറിയുവാനും അറിയിക്കുവാനും ഉള്ള സ്വാതന്ത്ര്യം സഭകളുടെ മധ്യത്തിൽ വിശ്വാസികൾക്കില്ല. പിന്നെ യേശു എല്ലാവരെയും സ്വാതന്ത്ര്യത്തിലേക്ക് വഴി നടത്തിയതുകൊണ്ട് അവൻ്റെ പേരിൽ എല്ലാവരും സത്യത്തെ അറിയുവാൻ കഴിയാത്തൊരു അടിമത്വത്തിലാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, സ്വാതന്ത്ര്യത്തിലേക്കല്ലോ ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനിമേൽ അടിമത്തത്തിൻ്റെ നുകത്തിൻ്റെ കീഴിലായി പോകരുത് എന്നൊക്കെ പറയാം. വേദപുസ്തകത്തിൽ എന്തെല്ലാം കാര്യം എഴുതി വച്ചിരിക്കുന്നു, അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന വിധത്തിലാണ് ഈ മതത്തിൻ്റെ തേരോടിച്ചുകൊണ്ട് പോകുന്നത് എന്ന് ജനം മനസ്സിലാക്കിയാൽ അവർക്ക് വല്ലവും ഗുണം വരും. അങ്ങനെ ഗുണം വരട്ടെ എന്ന ഒരേ പ്രതീക്ഷയിലാണ് എൻ്റെ ദുസ്വപ്നം. അല്പം ലജ്ജിച്ചാണെങ്കിലും നിങ്ങളുമായി പങ്കിടുന്നത്. അതിൻ്റെ സതുദ്ദേശത്തെ പക്വതയോടെ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയും എന്ന ഒരേ ആശ്വാസം എൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വിധത്തിലും വെളിപ്പെടുത്തുവാൻ കൊള്ളാത്ത കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടുന്നതിൽ അപാകതയില്ല എന്ന് ഞാൻ വിശ്വസിക്കാനും ഇപ്രകാരമുള്ള വീഡിയോകൾ നിങ്ങളുമായി പങ്കിടുവാനും ഇടയാകുന്നത് ഇതിൻ്റെ ക്രെഡിറ്റ് 100% നിങ്ങൾക്ക് തന്നെയാണ് എന്ന സത്യം കൂടെ അടയാളപ്പെടുത്തിക്കൊണ്ട് വിരമിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, നന്മ മാത്രം ഉണ്ടാകട്ടെ.